ഇന്ന് നമ്മൾ ഒരു പഴയ തയ്യൽ മെഷീനിലേക്ക് പുതിയ മോട്ടോർ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനായി ഞാൻ വാങ്ങിയിരിക്കുന്നത് സച്ചിൻ എന്നു പേരുള്ള ഒരു മോട്ടറാണ്. ഇനി നമുക്ക് മോട്ടറിൻ്റെ പാർട്സുകളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇതാണ് തയ്യൽ മെഷീൻ്റെ മോട്ടോർ. ഇത് മോട്ടോർ മെഷീനുമായിട്ട് ഘടിപ്പിക്കുന്ന ബെൽറ്റ്. ഇത് അതിൻ്റെ ആക്സിലറേറ്റർ. ഇത് മോട്ടോർ ഘടിപ്പിക്കാനുള്ള ബോൾട്ട്. ഇത്രയുമാണ് നമ്മൾ മോട്ടോർ വാങ്ങുമ്പോൾ അതിനുള്ളിൽ വരുന്നത്. ഇനി നമ്മൾ മെഷീനിൽ ഘടിപ്പിച്ചിരിക്കുന്ന പഴയ ബെൽറ്റ് ഊരി മാറ്റണം. ആ സ്ഥാനത്ത് നമ്മളിപ്പോൾ നേരത്തെ വാങ്ങിയിട്ടുള്ള ആ പുതിയ മോട്ടറിൻ്റെ കൂടെ വരുന്ന ബെൽറ്റ് ഇടണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ മോട്ടോർ മെഷീനിലേക്ക് ഘടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി ആ ബോൾട്ട് കൊണ്ട് ഇതുപോലെ ആ ബോൾട്ട് മുറുക്കണം. ഫുൾ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബെൽറ്റിനെ പുള്ളിയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ മുറുക്കണം. ബെൽറ്റ് ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ഒരിച്ചിരി ടെമ്പറുള്ള രീതിയിൽ തന്നെ, ബെൽറ്റ് വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യണം. ഇതാണ് ആ ബെൽറ്റിൻ്റെ ടൈറ്റ്. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഇതാണ് ആക്സിലറേറ്റർ. ആക്സിലറേറ്റർ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം മോട്ടറിലേക്ക്. അതിനായി ഈ കാണുന്ന ആ കണക്ടർ മോട്ടറിൽ നിന്നും വരുന്ന കണക്ടറുമായി ഇങ്ങനെ ബന്ധിപ്പിക്കാം. ഇങ്ങനെ തിരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല, എങ്ങനെ കൊടുത്താലും മോട്ടോർ വർക്കാവും. ഇനി നമുക്ക് ആ ഹോളിൽ കൂടിയെടുത്ത് വയർ ആ ഹോളിൽ കൂടിയെടുത്ത് താഴെ കണക്ട് ചെയ്യാം. ഇതുപോലെ കണക്ട് ചെയ്യണം. അതിനുശേഷം ആക്സിലേറ്റർ നമ്മുടെ സൗകര്യപ്രദമായ സ്ഥലത്ത് താഴെ വെച്ചതിന് ശേഷം 3 പിന്ന് സോക്കറ്റിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്യാം. ഇനി നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വർക്കിംഗ് ആണ്. താങ്ക് യു.